നമസ്കാരം. പതിരും കതിരും. 1978 ഹരിഹരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, കുടുംബം നമുക്ക് ശ്രീകോവിൽ. പിന്നീടിറങ്ങിയ ഭാര്യ ഒരു ദേവത എന്ന സിനിമ കൂടി ചേരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. കുടുംബം എന്ന ശ്രീകോവിലിൽ ഭാര്യ ദേവതയായി വാഴുന്നതിൻ്റെ സന്തോഷവും സമാധാനവും. ശ്രീകോവിലിലെ കഴകക്കാരൻ്റെ പണിയാണ് സത്യത്തിൽ ഭർത്താവിനുള്ളത്. കഴകത്തില്ലാത്തവനാണ് ഭർത്താവെങ്കിൽ കഥ തീർന്നു. കേരളത്തിലെ ഓരോ കുടുംബവും ഭാര്യയെ ദേവതയായും കുടുംബത്തെ ശ്രീകോവിലായും കണ്ടാൽ ഇവിടം സ്വർഗമാകും. ഈ കുടുംബ വിചാരം ഇപ്പോൾ തോന്നാൻ കാരണം നമ്മുടെ മുഖ്യമന്ത്രിയെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ്. ഒരു മുഖ്യമന്ത്രി എവിടെ പോയാലും ഭാര്യയെ ഒപ്പം കൂട്ടുന്നത് തെറ്റാണോ? വെള്ളം പോകുന്നിടത്തേക്ക് മീൻ പോകുമെന്ന് പറയും പോലെ അച്ഛനും അമ്മയും പോകുന്നിടത്തേക്ക് മക്കളും കൂടി പോകുന്നത് തെറ്റാണോ? അല്ലേ അല്ല. അച്ഛൻ്റെ മടിയിൽ ഇരിക്കുകയും വേണം, അമ്മയുടെ പാല് കുടിക്കുകയും വേണം എന്നൊരു ചൊല്ലുണ്ട്. ഈ ചൊല്ലുകളെല്ലാം പറയുന്നത് അച്ഛനും മക്കളും ചേരുന്ന പാരസ്പര്യത്തിൻ്റെ മനോഹരമായ കഥകളാണ്. വെറുതെ ഒരു ഭാര്യ എന്നൊരു സിനിമയും പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത്തരം ചിന്താഗതിക്കാരുടെ ജീവിതം അധോഗതി എന്നേ പറയാനുള്ളൂ. ഇതൊക്കെ പറയാൻ കാരണം പിണറായി വിജയൻ്റെ പിതൃസ്നേഹത്തിൻ്റെ കഥകളും കാഴ്ചകളും കണ്ടതാണ്. ഒരുപാട് കുറ്റങ്ങളൊക്കെ ആ മനുഷ്യനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോകുന്നിടത്തൊക്കെ ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. കുടുംബത്തോടൊപ്പം മുഖ്യമന്ത്രി വിഴിഞ്ഞം സന്ദർശിച്ചതാണല്ലോ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഒരു കാര്യവുമില്ല. ഒറ്റ കാര്യത്തിലേ നമുക്ക് സങ്കടമുള്ളൂ. എന്തുകൊണ്ട് മരുമകൻ കൂടി പോയില്ല? ജാക്കറ്റൊക്കെ അണിഞ്ഞ് റിയാസ് നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരു രസമായിരിക്കും. കമ്മീഷനിങ് കഴിഞ്ഞ് ആദ്യമായി വരുന്ന കപ്പലിൻ്റെ മുമ്പിൽ അറ്റത്ത് ടൈറ്റാനിക്കിലെ ഡികാപ്രിയോയും കേറ്റ് വിൻസ്ലെറ്റും നിൽക്കും പോലെ റിയാസും ഭാര്യയും നിൽക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ആരെയും ആക്ഷേപിക്കാൻ പറയുന്നതല്ല കേട്ടോ. സ്വപ്നത്തിൽ പോലും ഒരു പരിപൂർണത ഫീൽ ചെയ്യണമെങ്കിൽ അത്തരം ഭാവനകൾ വേണ്ടിവരും. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുടുംബം ശരിക്കും സുഖിക്കുന്നത് കമ്മികളൊഴിച്ച് ഒരൊറ്റ ഒരുത്തനും ദഹിക്കുന്നില്ല, സഹിക്കുന്നില്ല. തുറമുഖത്തിൻ്റെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം ഈ കുടുംബം കയറി ഇറങ്ങിയത്രേ. അങ്ങനെ തന്ത്രങ്ങളെല്ലാം ഭാര്യയും മകളും പഠിച്ചത്രേ. പോർട്ട് ഓപ്പറേഷൻ സെൻറ്ററിലും ഇവർ പോയി പോലും. മാത്രവുമല്ല, പിന്നെയോ ബെർത്ത് പരിധിയിൽ ടഗ് യാത്രയും ചെയ്തു. അതെല്ലാം പോകട്ടെ എന്ന് വയ്ക്കാം, പുലിമുട്ടിലും ഈ കുടുംബം പോയി നിന്നു. ഇതിലേറ്റവും അപകടകരമായ സംഭവം ഇതൊന്നുമല്ല. തുറമുഖത്തെ പ്ലാൻ റൂമിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തന രീതി വിശദീകരിച്ചപ്പോൾ ഈ കുടുംബം അതെല്ലാം കേട്ടിരുന്നു. പുറത്തു പറയാനാവാത്ത പല രഹസ്യങ്ങളും അവരുടെ ചെവിയിലെത്തി. ഇതൊക്കെ കേട്ടാൽ തോന്നും മുഖ്യമന്ത്രിയും മകളും കൊച്ചുമോനും കൂടി നാളെ തുറമുഖത്തെത്തി പോർട്ടിൻ്റെ ഓപ്പറേഷൻ നടത്തി ഒരു കപ്പലുമായി ചൈനയ്ക്ക് പോകുമെന്ന്. ഇനി അഥവാ പിണറായി വിജയൻ മാത്രമാണ് ഈ പ്രവർത്തന രീതി കേട്ടതെന്നിരിക്കട്ടെ, അദ്ദേഹം വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും ഇത് പറഞ്ഞാൽ കാര്യം നടക്കില്ലേ? അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനി 8 നിലയിൽ പൊട്ടിച്ച് കർത്താവിൻ്റെ നോക്കുകൂലി കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സാധു പെൺകുട്ടി ഈ രഹസ്യങ്ങളെല്ലാം ചോർത്തി എന്തു ചെയ്യാനാണ്? ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ക്ലിഫ് ഹൗസിലെ കുളത്തിൽ ഒരു കളിയോടം വാങ്ങിയിട്ട് തിരയിളക്കി കളിച്ചെന്നിരിക്കും. വിമർശിക്കുന്നവർക്കും ഒരു നാണം വേണം. ഈ കണ്ടതെല്ലാം ഉണ്ടാക്കിയ പിണറായി ദൈവത്തിന് സ്വന്തം കുടുംബവുമൊത്ത് തുറമുഖത്തിൽ പോകാനും ഏതു രഹസ്യ അറയിലും കയറാനും ആരാണ് അനുവാദം കൊടുക്കേണ്ടത്? നമ്മുടെ ബേബി സാർ ആണെങ്കിൽ ഇപ്പോൾ എവിടെ ചെന്നാലും ഇലോൺ മസ്കിനെ പോലെ ഒരു കൊച്ചിനെ എടുത്ത് തോളിലങ്ങിരുത്തുകയാണ്. അതുപോലെ ഇഷാൻ കുഞ്ഞായിരുന്നപ്പോൾ പിണറായി ആ കുഞ്ഞിനെ ഒക്കത്തെടുത്ത് ഒരു ചിത്ര പ്രദർശനം കാണാൻ വന്നത് ഓർക്കുന്നു. വിക്രമാദിത്യൻ്റെ ചുമലിലെ വേതാളത്തെ പോലെ മുതുകിലിരിക്കുകയും വേണം, തലകീഴായി കിടക്കുകയും വേണമെന്ന് വാശി പിടിക്കരുതെന്ന് മാത്രം. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിന് 9 മക്കളാണുള്ളത്. എവിടെയോ കുടുംബസഹിതം പോയപ്പോൾ അതിൽ 2 എണ്ണത്തെ കാണാതായി. അന്ന് ലാലു പ്രസാദ് ഉണ്ടാക്കിയ പുക്കാറ് ചില്ലറയൊന്നുമായിരുന്നില്ല. അതിൻ്റെ പേരിൽ പല ഉദ്യോഗസ്ഥരെയും അദ്ദേഹം സസ്പെൻഡ് ചെയ്തു. നമ്മുടെ മുഖ്യന് ആ പേടി വേണ്ട. ഒന്നേ അടുത്തുള്ളൂ, അതെപ്പോഴും അടുത്ത് തന്നെ വേണം. അത് കുടുംബത്തിൽ പിറന്ന ഏത് പിതാവിൻ്റെയും ഒരു സ്വപ്നമാണ്, കൊതിയാണ്. അതിനെ കയറി ചൊറിയേണ്ട ഒരു കാര്യവും നമുക്കില്ല. നന്ദി.